ആദ്യമായിട്ട് സാധനം കിട്ടാഞ്ഞിട്ട് ഞാൻ മിലിറ്ററിയിലെ മോനെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് സാധനം ഒപ്പിച്ചു. അതിന്റെ ഉത്തരവാദിത്വം എന്റെ ഉത്തരവാദിത്വമല്ല, എല്ലാരും കൂടി വരുമ്പോൾ ഒരു സന്തോഷം പങ്കുവെക്കണ്ടെന്ന് കരുതിയിട്ടാ. എന്റെ പാർട്ടിയല്ലേ, അപ്പൊ നടത്തിക്കൊണ്ടപ്പോ എന്താ കുഴപ്പം? അലമ്പാവരുത്. പക്ഷേ നീ അലമ്പാകരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാനാ കഴിഞ്ഞ പ്രാവശ്യം വെള്ളമടിച്ച തെണ്ടിത്തരം കാണിച്ചാരാണ്. ആരാണ്? നമ്മളെല്ലാരും കൂടെ തന്നെ അടിച്ചത്. എന്നിട്ട് നിങ്ങളെല്ലാം അങ്ങ് പോയി, എന്നെ ഒറ്റയ്ക്കാക്കിട്ട്. അവസാനം ഞാൻ എന്റെ വീട്ടിൽ പോകാൻ വേണ്ടി ബസ് സ്റ്റാൻഡ് വരെ നടന്നു പോയി. അവിടെ നോട്ട് പിടിച്ചാണ് ഞാൻ എന്റെ വീട്ടിൽ വന്നത്, അറിയോ? എടാ പോടാ, കഴിഞ്ഞ പ്രാവശ്യം കമ്പനി കൂടിയത് നിന്റെ വീട്ടിൽ ഇരുന്നല്ലേ? നിന്റെ വീട്ടിൽ നിന്ന് വെള്ളം അടിക്കുമ്പോൾ ഞങ്ങളല്ലേ പോകേണ്ടത്, പിന്നെ നീ എന്തിനാ ഓട്ടോറിക്ഷ പിടിച്ചു പോണത്? ഞാൻ പിറ്റുന്നല്ലേ അറിയുന്നത്. അത് കള്ളിന്റെ കുഴപ്പം. 3 എണ്ണം കഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് എവിടെയാണ് ലെവൽ ഏതാണെന്നറിയില്ല. ചെന്ന് കൺട്രോളാ. നീ എന്താ എത്ര ലേറ്റ് ആവണത്? നിലക്കള ഒഴിച്ചു വെച്ചിട്ടാ പണി മുടക്കി. ചെറിയൊരു പരിപാടിയുണ്ട്. മുന്തിരി എന്താണ്? ആപ്പിളും മുന്തിരി ഒന്നുമല്ല, പിന്നെ ഞാൻ എന്റെ പതിവ് പരിപാടിയൊക്കെ മാറ്റി. എന്താണ് സാധനം? കൊള്ളാം. ഓക്കെ, എന്താ കാര്യം? എന്താ സംഭവം മാറുന്നതല്ല, ഞാൻ ഈ 3 എണ്ണത്തേക്കുള്ള അടിക്കണം എനിക്ക് എന്റെ ഭാര്യക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ സംഭവം ഉണ്ട്. അപ്പൊ ഇവിടെ ഇപ്പൊ അവളില്ലല്ലോ, അപ്പൊ ഇതിവിടെ കൊണ്ടിട്ട് അവളിവിടെ ഉണ്ടെന്നുള്ള ഫീലിംഗ് കിട്ടും. എനിക്ക് 3 എണ്ണം അടിക്കാൻ മതി. നാണം ഉണ്ടാടാ പെണ്ണുമ്പോൾ എത്ര പേടിക്കുന്നത്. നിന്നെയൊക്കെ ചവിട്ടി ആണെന്ന വർഗത്തിന് തന്നെ നാണം ഉൾക്കാണുള്ളത്. പിന്നെ നേരത്തെ തുടങ്ങിയ പരിപാടി എന്ത് പെണ്ണുമ്പോൾ ഇങ്ങനെ പേടിക്കരുത്. ഞാൻ എപ്പോ വരും എപ്പോ ഞാൻ തീരുമാനിച്ചോളൂ. മനസ്സിലായല്ലോ, നീ എന്റെ ഭാര്യയാണ്. മനസ്സിലായല്ലോ. അടിച്ചു കഴിഞ്ഞു ശ്യാമളന്റെ അടുത്ത് നിന്റെ ഞാൻ നീ പറഞ്ഞ കേൾക്കാൻ എനിക്ക് സൗകര്യമില്ലടി. അത് നീ വേറെ ആളെ നോക്കണം. നീ പറഞ്ഞ കേൾക്കാൻ എനിക്ക് സൗകര്യമില്ല. ആദ്യം പാത്രം ഞാൻ കഴുകും, അത് കഴിഞ്ഞ് തറ ഉടയ്ക്കും, അത് കഴിഞ്ഞേ കഞ്ഞി വെക്കോളൂ. അതല്ല നീ പറയുമ്പോൾ ആദ്യം കഞ്ഞി വെക്കാനും പാത്രം ഉടയ്ക്കാനും വേറെ ആളെ നോക്കണം. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, കൂടുതൽ കൊടുക്കല്ലേ. പാർട്ടിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അത് ഞാൻ ചോദിക്കാൻ പറഞ്ഞു. വൈഫും ഞാനും കൂടി വഴക്കിട്ട് അവൾ 5 വർഷമായിട്ട് വീട്ടിൽ മാറി നിൽക്കണേണ്. ഡൈവേഴ്സിനോട് ശ്രമിച്ചിട്ട് അവള് നടന്നില്ലായിരുന്നു. അപ്പൊ ഇന്നലെ വക്കീൽ നോട്ടീസ് വന്ന് ഡൈവേഴ്സ് ആയി, കോടതി വിധിയും കിട്ടി. അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിന്റെ പുറത്ത് നിങ്ങൾക്കൊരു പാർട്ടി തന്നെ ഒന്ന് തോന്നി. അവൾ അവക്കടെ പിള്ളേരും പെറുക്കിക്കൊണ്ട് അവളെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. പിന്നെ മറ്റൊരു സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുടി നിർത്തിയതിന്റെ 1-ാം വർഷവും. അപ്പൊ ഒന്ന് അടിച്ചു പൊളിച്ചേക്കാന്ന് ഞാനും കരുതി. പക്ഷെ വേറൊരു കേസുണ്ട് കേട്ടോ രഘു. ഈ കുടുംബം എന്ന് വേണത് ഭാര്യയും ഭർത്താവും കുട്ടികളൊക്കെ ഒരുമിച്ച് താമസിക്കുന്നതല്ലേ. ഞാൻ പറഞ്ഞു നീ എന്റെ തീരുമാനം തെറ്റായിപ്പോയി. നിനക്ക് അവളെ അങ്ങനെ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. എത്ര വർഷമായിട്ട് സഹിക്കണേ. നീ എന്തായി പറയണത്? ഉൽപ്പണി ചെയ്തിട്ടാണെങ്കിൽ ഞാൻ കുടുംബം പൊട്ടണം. ഞാൻ അങ്ങനെയുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥനല്ലടാ. അവളുടെ പ്രശ്നം എന്തായിരുന്നു? അവളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 10-40,000 രൂപ ശമ്പളം ഉണ്ടായിരുന്നാണ്. ഈ 40,000 രൂപ ശമ്പളം കയ്യിലേക്ക് കിട്ടുന്ന ദിവസം മാത്രം അവർക്ക് ഒരു സ്നേഹം. അത് അങ്ങോട്ട് അങ്ങോട്ട് മേടിച്ചിട്ട് പിന്നെ 5 പൈസക്ക് ഞാൻ അവളെ പുറകെ നടക്കണം. വെള്ളം അടിക്കുന്ന പുള്ളിക്കൊരു പ്രശ്നമായിരുന്നല്ലേ? വെള്ളം അടിക്കുന്ന പ്രശ്നമാണെങ്കിലും അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകുമായിരുന്നു. കിടക്കുമ്പോഴെ കൊണ്ട് പോകും. അല്ല സത്യം പറഞ്ഞാൽ എന്നാൽ പോലും ഒരു പെണ്ണ് വീട്ടിലുള്ള എപ്പോഴും നല്ല. ഞാനൊന്ന് വിളിച്ചു വേണം. ആരെ വിളിക്കുന്നത്? അവന്റെ ഭാര്യ ഒന്ന് വിളിക്കാം. ഞാൻ ഡൈവേഴ്സ് ചെയ്ത് ഞാൻ ഉപേക്ഷിച്ച കേസിനെ നീ പിന്നിട്ട് പൊക്കി കൊണ്ടുവരരുത്. എന്റെ പെങ്ങളാണ്, അവളെ എനിക്ക് വിളിക്കണം. വേറെ ഒരു പണി കുടുംബത്തെ കുറിച്ച് അറിയാത്തില്ല. കുടുംബ ബന്ധങ്ങളുടെ വില മനസ്സിലാക്കണം നമ്മൾ. ഞാൻ ഒന്ന് വിളിച്ചോട്ടെ. വിളിക്കണത് ശ്യാമളൻ വിളിച്ച അവളെ ഇറങ്ങി വരും. കള്ളു കുടിക്കുമ്പോഴാണ് വിളിക്കാൻ തോന്നുന്നത്. അല്ല എന്റെ നല്ല മൂഡിലാണ്. ഞാൻ വിളിക്കും. കള്ള് ഞാൻ വിളിക്കും. വെറുതെ കള്ള് കയറ്റി കഴിഞ്ഞാൽ വെറും കച്ചറി എന്ന് പറയാം. കച്ചറി. ഹലോ രമണി അല്ലേ? രമണി, കോട്ടപ്പുറത്തെ ശ്യാമളൻ, ഭർത്താവ് രഘുവിന്റെ കൂട്ടുകാരൻ. കരയല്ലേ പെങ്ങളെ? കരയും. കനകമാണ് അവളുടെ കയ്യിൽ നിന്ന് പോയത്. അവള് കരയും. അവൾക്ക് ഇപ്പൊ വേർപിരിഞ്ഞതിന്റെ ദുഃഖം അവളുണ്ടാവും. കണ്ണീര് കൂട്ടുകാരനായ നിന്നെ വിളിച്ചിട്ട് കോംപ്രമൈസ് എത്തിക്കാനായി. ഇല്ലല്ല, കരച്ചിലാരോ ഒന്നും വ്യക്തമല്ല. കരച്ചിലാരോ ഒന്നും വ്യക്തമല്ല. അല്ല എന്താ ഇപ്പൊ അവള് പറഞ്ഞെന്താണ്? ഒന്നും പറഞ്ഞില്ല. പറയാതിരിക്കുന്നല്ലേ നീ രക്ഷപ്പെട്ട്. അത് ശരി, പോയത് അങ്ങോട്ട് ആ വഴിക്ക് അങ്ങോട്ട് പോട്ടെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്താ നമ്മള് ഇവിടെ നിന്ന് അധികം ബഹളമൊന്നും വെക്കാൻ പാടില്ല. അത് ഞാൻ അങ്ങോട്ട് പറയാതിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പുറം ഇപ്പൊ ആൾക്കാരുണ്ട്, അതുകൊണ്ട് ബഹളം. അതാ ഞാൻ പറഞ്ഞത്. കാരണം വെച്ചാല് പക്ഷെ വേറൊരു കേസുണ്ട്. സർക്കാരിന്റെ പൈപ്പ് പുറത്ത് കിടക്കുക. ഇവിടെ ചവിട്ടുമ്പോഴേ അവർക്ക് കാര്യമുള്ളൂ. അല്ല അവര് പേടിക്കണ്ട, അവരൊറ്റൊക്കെ ഉള്ളത്. നമുക്കുള്ള ഇവിടെ നമുക്ക് എന്ത് കാണിക്കാം? ഇവിടെ വിഷയമില്ല. അവരൊരു പെണ്ണ് തനിച്ചല്ലേ. അത് മാത്രമല്ല, അവള് വലിയ പതിവ്രത എന്നുള്ള വിചാരം. ആ വീട്ടിലെ പെണ്ണ്
അവൾ ആരുടെ മുഖത്ത് അങ്ങനെ നോക്കാറില്ല, ആണുങ്ങളോട് മിണ്ടാറുമില്ല. ആണുങ്ങൾ നോക്കി അങ്ങ് ഇതായി ഇപ്പൊ പോകൾക്ക്. തൊട്ടടുത്ത് താമസിക്കുന്നതാണ് ഞാൻ. എന്നോട് ഇതുവരെ മിണ്ടിയിട്ടില്ല, എന്റെ മുഖത്ത് ഇതുവരെ നോക്കിയിട്ടില്ല. ഞാൻ ആരാണ് നിങ്ങൾ എന്തിനാ അങ്ങനെ പിറകെ നടക്കണവരെയൊക്കെ? അല്ല, ഓരോ പെണ്ണുങ്ങൾ ഓരോ ടൈപ്പാടാ. ശബ്ദം താത്ത് പറ. എടാ നിനക്ക് അറിയാത്തോണ്ടാണ്. ഞാനൊരു ദിവസം മിൽമ ബൂത്തിൽ പോയപ്പോ ഈ പെണ്ണ് അവിടെ നിൽക്കുകയായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്ത, മിൽമക്കാരൻ സാധനം കൊണ്ട് വന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നീ പൊയ്ക്കോ മോളെ. മിൽമക്കാരൻ പറയുമ്പോ ഞാൻ നിന്നെ വിളിച്ചോളാം, നിന്റെ ഫോൺ നമ്പർ തന്നു പറഞ്ഞു. അവളെ അവൾ നമ്പർ തന്നു. നമ്പർ കിട്ടി നിനക്ക്? എനിക്ക് നമ്പർ തന്നു. നീ വിളിച്ചു? ഞാൻ വിളിച്ചു. എടുത്തത് അച്ഛൻ അല്ലേ? ഇത് 12 കൂട്ടുകാർക്ക് ഈ പരിസരത്ത് കിട്ടിയതാ. അവക്കടെ നമ്പർ അവൾ തരില്ല. എടാ, അവളെ ആണുങ്ങളോട് മിണ്ടയില്ല, മൈൻഡും ചെയ്യില്ല. ഞാൻ എന്റെ ഒരു തോർത്തലക്കിയപ്പോ അപ്പുറത്തേക്കൊന്ന് ഇറങ്ങി. സ്ഥിരം പാടുന്ന പാട്ട് പാട്ട് പാടണേക്കാ കൊള്ളാം, ഒച്ചം പാടും ബഹളം ഉണ്ടാക്കരുത്. വലിയ ശബ്ദമൊന്നും കാണിക്കില്ല. ഞാൻ നമ്മുടെ പതിവ് സാധനം ഉണ്ട്. പാൽക്കടലിലോളങ്ങളെ തള്ളി നീന്തി നീ വരുമ്പോൾ സമ്മാനമായി ഞാൻ നിനക്കൊരു വെള്ളാമ്പൽ പൂവ് തരാ, വെള്ളാമ്പൽ പൂവ് തരാ. ചെമ്മാനം പൂക്കണല്ലോ, അതെങ്കാറ്റ് വീശണല്ലോ. ചെമ്മാനം പൂക്കണല്ലോ, അതെങ്കാറ്റ് വീശണല്ലോ. വെള്ളിമേഘത്തേരിലേറി നീ വരുന്ന നേരം. ഹലോ, കേക്കാൻ വയ്യ, അകത്ത് റേഞ്ച് കുറവാ. ഹലോ, എത്തിയോ? എവിടെ? ഇല്ല, മക്കളെയൊക്കെ ഞാൻ മാറ്റിയെന്ന്. എന്റെ വീട്ടിലോട്ട് വിട്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളു. അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയും ചേട്ടനും ഒക്കെ ഉറങ്ങിയെന്നാ തോന്നുന്നേ. ഓ, മറ്റേ രഘു ഇല്ലേ, ഓ വാള, അവനും കുറെ കൂട്ടുകാരും കൂടെ ഇരുന്നുണ്ട്, വെള്ളം ഒടിക്കുന്നുണ്ട്. ചേട്ടാ ഇപ്പൊ വരണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് വന്നാ മതി. ഞാൻ ഗേറ്റ് തുറന്നിടാം. ലൈറ്റ് ഓഫ് ചെയ്തേക്കാം, കഥവും തുറന്നിടാം. എനിക്ക് കാണാൻ കൊതിയായിട്ടല്ലേ. ഉമ്മേ പോടുന്നു. ശരി ശരി, ഓക്കെ. കരയെടുത്തു കാണണല്ലോ, കയങ്ങളെല്ലാം കഴിഞ്ഞുവല്ലോ, കുണ്ടടക്കുട്ട കരങ്ങളെല്ലാം കഴിഞ്ഞുവല്ലോ. പാൽക്കടലിലോളങ്ങൾ. എടാ പാൽക്കടലേ, നിർത്ത്. ഞാനിപ്പോ അപ്പുറത്ത് നിങ്ങൾ പാട്ട് പാടിക്കൊണ്ടിരിക്കണതിന്റെ ഇടയിലൊന്ന് കേറി. വീട്ടിനകത്തല്ലോ, വീടിന്റെ പുറത്ത് വന്നു. അപ്പൊ ആ മാലാക പുറത്തേക്ക് വന്നേക്കാണ്. അവളുടെ കയ്യിൽ ഫോണുണ്ടാ. അവളെ ഒരുത്തനോട് പറഞ്ഞാണ്, വാ പിള്ളേര് വീട്ടിലില്ല, ഇപ്പൊ സൗകര്യമാണ്, ആരും അറിയില്ല, കിടക്കുന്നതിന് മുമ്പ് ഇങ്ങോട്ട് വന്നാ മതി. അപ്പുറത്ത് കുറച്ചെണ്ണം ഉണ്ട്, അവന്മാരുടെ പാട്ടൊക്കെ കഴിഞ്ഞ് പോകുമ്പോ ഇങ്ങോട്ട് കയറിപ്പോരുന്നു. നമ്മുടെ പരിസരത്ത് ആരും ഉണ്ട്. നീ അത് പറയല്ലേ, അങ്ങനെ ഉണ്ടെങ്കിൽ അവൾ എനിക്ക് നമ്പർ വരാം. എടാ, അങ്ങനെ നമ്പർ ലോക്കൽസിന് കൊടുക്കൂലടാ ഇങ്ങനെയുള്ള ടീം. ഞാൻ ലോക്കലാ, നീ ലോക്കലല്ല, ഈ പരിസരവാസികളായിട്ട് കണക്ഷൻ ഉണ്ടാവും. കള്ള പഠിക്കാൻ എന്താ ഈ നാട്ടിലെ ഏത് പെണ്ണെ പറ്റി പറഞ്ഞാലും ഞാൻ അവളെ പറ്റി പറയാൻ വിശ്വസിക്കില്ല. സംഭവമൊക്കെ ശരി തന്നെ, നമ്മളായിട്ട് അത്ര ഞാൻ കേൾപ്പിച്ചു തരാം. പതുക്കെ എന്റെ കൂടെ വാ, വാ, ഞാൻ കേൾപ്പിച്ചു തരാം. നീ വാങ്ങിടും ചെവി ഓർത്തു. അവളകത്തിപ്പോൾ. ഹലോ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വിളിച്ചിട്ട് വന്നാ മതി. വിളിച്ചിട്ട് അവിടെ എവിടെയാണ് നിക്കേ? അവര് പോയോന്ന് ഞാൻ നോക്കട്ടെ, എന്നിട്ട് വന്നാ മതി. തിരിച്ചു പോന്ന്. ശരി ശരി, ഓക്കെ. ഇങ്ങോട്ട് മതി, വാ. എവള് കൊള്ളാലടാ അവള്. ഇത് പൊളിക്കണം, ഇത് പൊളിക്കണം. എന്റെ യൂട്യൂബ് ചാനൽ ഇടും ഞാൻ. എന്റെ യൂട്യൂബ് ചാനൽ ആരും അയലത്തെ ചേച്ചിയുടെ വീട്ടിൽ ആരുമില്ലാത്തപ്പോൾ നടന്നത് എന്ത്? അവരൊക്കെ പോയി. വാ, വേഗം വാ. നമ്മുടെ നാട്ടിലുള്ളൊരു കൊച്ചല്ലേ, അവക്ക് നമ്മളെ കരുതി കൂടെ.
വെളിയുള്ളവന്മാര് വന്നിട്ട് ദേ, അത് അവള് പറഞ്ഞ നാട്ടിലുള്ളവർ വേണ്ട വേണ്ടെന്ന് പറയുന്നത്. ഞാൻ ഏയ്, യൂട്യൂബിൽ അങ്ങനെ ഇടും. ഇട്ടിട്ട് കാര്യമില്ല. യൂട്യൂബിൽ ഇടും. അളി ഒരു ക്യാപ്ഷൻ പറയാ ഒരു ക്യാപ്ഷൻ പറഞ്ഞേ ആരുമില്ല. അയലത്തെ ചേച്ചി ആരുമില്ലാത്ത നേരത്ത് ചോദിച്ചില്ല. കണ്ടാൽ ഞെട്ടും. നീ അത്തേരിക്കും. ഞാൻ വിളിക്കാം. ഞാൻ പറയല്ലേ? കള്ളം കയറി പറഞ്ഞു പോ കള്ളം കയറി ഇല്ല, എന്താ നടക്കണേ? വെറുതെ ഒന്ന് ചോദിക്കാല്ലേ? നീ എന്താ നടക്കുന്നത് കാണാൻ പഞ്ച് പറ്റില്ല. കാണൂല ഉറങ്ങിയൊന്ന് പഞ്ച് കാണൂല കള്ളം കയറി കള്ളം കയറി വെള്ളം തട്ടി- അയ്യോ അയ്യോ കള്ളായി 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 കള്ളൻ, കള്ളം കയറി എവിടെ എവിടെ കയറി ഞങ്ങൾ ഇവിടെ ഇല്ല. എവിടെ? അപ്പുറത്ത് കയറിയിട്ട് ആ കള്ളനെ ഓടിച്ചിട്ട് ആ കള്ളൻ ഇവിടെ വന്ന്. അല്ല ഇങ്ങോട്ടാരും വന്നില്ല. അവൻ ഇങ്ങോട്ട് ഇറങ്ങി ഓടി ഇല്ല വന്നിട്ടില്ല. ഇങ്ങോട്ടാരും വന്നിട്ടില്ല. ഇങ്ങോട്ട് ആരോ കയറിയോ? ഇല്ല ആരും ഇവിടെ വന്നിട്ടില്ല. ആരുമില്ലേ? ആരുമില്ല. നിങ്ങൾ മാത്രമേ ഞാൻ മാത്രമേ ഉള്ളൂ. വേറെ ആരുമില്ല. ആരുമില്ല ഇവിടെ. അപ്പൊ ഈ വരുന്നത് ഇത് ആരടി ഇത് അപ്പൊ ഈ വരുന്നത് ആരടി അവൻ അപ്പൊ ഈ വരുന്നതാ ഉപദ്രവിക്കരുത്. ഉപദ്രവിക്കരുത്. നിങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ വിചാരം നിങ്ങൾ വലിയ പതിവരാടി ആണാ? നിങ്ങളൊക്കെ ഞങ്ങളെ പോലുള്ള ആ പിള്ളേരെ ഒന്ന് ചോദിക്കുമ്പോ നമ്പർ ചോദിക്കുമ്പോ അച്ഛൻ ഞങ്ങളുടെ നമ്പറാണ് നല്ലത്. ഒറിജിനൽ നമ്പർ ഒന്നല്ല കുഴപ്പം. ഇതാരാ നോക്കടാ. അണ്ണാ? എന്നതാണോ ഇത്? അല്ല ഇത് ഇതാരാ പറ. നിങ്ങളെ കെട്ടിയോ? ആണോ എന്റെ കെട്ടി